ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും അവർ ഫാമിലി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വീഡിയോ ഇടാൻ വളരെ ലേറ്റായി. വേറൊന്നും കൊണ്ടല്ല, അമ്മാവേനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു. ഹോസ്പിറ്റലിൽ പോകുന്ന വഴിക്ക് ഞാൻ വൊമിറ്റ് ചെയ്തു. അല്ലാതെ ബോഡി ടെമ്പറേച്ചർ കൂടി എങ്ങനെയൊക്കെയോ തിരിച്ച് വീട്ടിൽ കൊണ്ടു. നല്ല തണുക്കുന്ന ശരീരമൊക്കെ എന്താണെന്നറിയില്ല. അപ്പോഴേ ഞാൻ രണ്ട് പേരിലാണ് ഇരിക്കുന്നത്. വീഡിയോ ചെയ്യണോ വേണ്ടയോ? കാരണം എന്ന് പറഞ്ഞാൽ ചെയ്യാതിരുന്നാൽ പിന്നെ കണ്ടിന്യൂസ് കുറേ ദിവസം ചെയ്യാൻ പറ്റാതെ പോകും. ഞാൻ വിചാരിച്ചു എന്തായാലും ഇനി അങ്ങോട്ട് എല്ലാ ദിവസവും വീഡിയോ ചെയ്യാമെന്നുള്ള ഒരു മനസ്സിൽ ഞാൻ എനിക്ക് തന്നെ കൊടുത്തൊരു പ്രോമിസാണ്. എന്ത് പറഞ്ഞാലും വീഡിയോ ചെയ്യുമെന്നുള്ളത്. എനിക്ക് എന്നെ തന്നെ ചെയ്യാൻ പറ്റത്തില്ല, എന്നെ തന്നെ പറ്റിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്യുകയാണ്. എൻ്റെ ഈ അവസ്ഥയിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്ന കാരണം എന്ന് പറഞ്ഞാൽ, നമ്മളെപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ. എനിക്കൊന്നുമില്ല, എന്നെക്കൊണ്ട് പറ്റത്തില്ല, എനിക്കിതേ ഉള്ളൂ, അവർക്കതുണ്ട് എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. സ്വാഭാവികമായിട്ടും ഞാൻ ഈ നിമിഷം ചിന്തിക്കുന്നൊരു കാര്യമാണ്. എന്നെക്കൊണ്ട് വയ്യ, മനസ്സിലായില്ലേ? പക്ഷേ എന്നെക്കൊണ്ട് വയ്യ എന്ന് ഞാൻ പറയുമ്പോഴും എൻ്റെ ഈ അവസ്ഥയിലും സത്യം പറഞ്ഞാൽ എനിക്ക് തൊട്ട് താഴെയുള്ളവരെ നോക്കണം, അവരെക്കുറിച്ച് ചിന്തിക്കണം. എനിക്കെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ വീടിനുള്ളിൽ അമ്മാമ്മയുണ്ട്. എന്തെങ്കിലും വന്നാലും അമ്മാമ്മയുടെ മക്കളുണ്ട് എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ. കുറേ മാക്സിമം സേഫായിട്ടാണ് ഞാൻ ഈ നാട്ടിൽ നിൽക്കുന്നത്. എൻ്റെ ഓരോ ദിവസവും കടന്നു പോകുന്നത് പോലും. പക്ഷേ ഇതുപോലും ഇല്ലാതെ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ഒരുപാട് വിഷമിച്ച് ഓരോ ദിവസവും മുന്നോട്ട് പോകുന്ന വ്യക്തികളെ, ആളുകളെ, കുഞ്ഞു പിള്ളേരെ നമ്മളത് മനസ്സുകൊണ്ട് നമ്മളൊന്ന് സത്യം പറഞ്ഞാൽ ഒന്ന് തൊഴണം, അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ ഇന്നലെ യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടു. ഒരു കുഞ്ഞ്, അവൻ്റെ അമ്മ കുഞ്ഞിലെ മരിച്ചുപോയി. അവൻ്റെ പപ്പ അമ്മ മരിച്ച നാൾ തൊട്ട് ഭയങ്കര ആൽക്കഹോളിക്കാണ്. അപ്പോൾ കുഞ്ഞിന് എന്ന് പറഞ്ഞാൽ അവന് അത്യാവശ്യം അവൻ്റെ ചിലവുകൾ കുഞ്ഞെന്ന് പറഞ്ഞാൽ എൻ്റെ മോൻ്റെ പ്രായമേ വരത്തുള്ളൂ, ഒരു 12 വയസ്സൊക്കെ വരുള്ളൂ. അവൻ രാത്രി കാലങ്ങളിൽ ഈ ഹോട്ടലുകളിൽ പോയി പാത്രം കഴുകിയും എന്നിട്ട് പിന്നെ വന്ന് കിടന്ന് എന്നിട്ടാണ് പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് അവൻ സ്കൂളിൽ പോകുന്നത്. എന്നിട്ട് അവൻ്റെ സങ്കടങ്ങൾ അവൻ ആരോടും പറയുന്നില്ല. അവൻ ഒറ്റയ്ക്ക് തന്നെ ആ സങ്കടങ്ങളെ അതിജീവിക്കുകയാണ് കുഞ്ഞ്. സത്യം പറഞ്ഞാൽ 1 മിനിറ്റ് വീഡിയോ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ എനിക്ക് ഒരുപാട് ചിന്തിപ്പിച്ചു. നമ്മൾ ഓരോരുത്തരും, പ്രത്യേകിച്ച് മുതിർന്നവർ, നമ്മൾ ഓരോ പ്രായത്തിൽ നമുക്ക് വരുന്ന പ്രശ്നങ്ങൾ നമ്മൾ വലുതായിട്ട് കാണും. പക്ഷേ ആ കുഞ്ഞ് അവൻ്റെ ആ പ്രായത്തിൽ അവന് നേരിടാവുന്നതിൽ അധികം ബുദ്ധിമുട്ടുകൾ അവനുണ്ടായിട്ടും അവനത് പുറത്ത് എക്സ്പ്രസ് ചെയ്യാതെ ആരോട് ചെന്ന് പരാതി പറയാൻ ഒരാളില്ല. അതൊരു സത്യമാണ്. എങ്കിലും കൂട്ടുകാരുടെ മുമ്പിലാണെങ്കിലും ടീച്ചേഴ്സിൻ്റെ മുമ്പിലാണെങ്കിലും സമൂഹത്തിലും അവൻ അവരുടെ സങ്കടങ്ങളെ ഉള്ളിലൊതുക്കി അവൻ ജീവിതത്തിൽ വിജയിക്കാൻ നല്ലൊരു നാളെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് ആ കുഞ്ഞ് ഓരോ ദിവസത്തെയും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിൽ വീണ്ടും കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ അവൻ രാത്രികാലങ്ങളിൽ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് മെഴുകുതിരി കത്തിച്ച് വെച്ച് അമ്മയുടെ ഫോട്ടോയുടെ മുമ്പിലിരുന്ന് അമ്മയോട് അവൻ സംസാരിക്കുന്നുണ്ട്. അത് കുഞ്ഞ് കരഞ്ഞുകൊണ്ടല്ല അമ്മയോട് സംസാരിക്കുന്നത്, വളരെ പ്ലസൻ്റായിട്ട് വളരെ ഹാപ്പി ആയിട്ടാണ് അമ്മയോട് സംസാരിക്കുന്നത്. എന്നത്തെ കാര്യങ്ങൾ കുഞ്ഞ് അമ്മയോട് ഷെയർ ചെയ്യുന്നു. അപ്പോൾ നമ്മളും ജീവിതത്തിൽ അങ്ങനെ ആയിരിക്കണം. ഒരിക്കലും നമ്മുടെ സങ്കടങ്ങളെ നോക്കി കരഞ്ഞുകൊണ്ടിരിക്കാൻ പാടില്ല. നമുക്ക് സങ്കടങ്ങളുണ്ടെങ്കിൽ അത് തൊട്ടടുത്ത് അതിനുള്ള പ്രതിവിധി ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി വേണം നമ്മൾ ഓരോ ദിവസത്തെയും ഓരോ നിമിഷത്തെയും കാണാനായിട്ട്. ഇന്ന് എൻ്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ രാവിലെ ഗ്ലാസ് ചായ കുടിച്ചു. വേറെ ഒന്നും കഴിക്കാൻ സമയം കിട്ടില്ല, കുറച്ച് ജോലി ഉണ്ടായിരുന്നു. ഞാൻ പ്രതീക്ഷിക്കാതെ അമ്മാവിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. രാവിലെ ഒന്നും കഴിക്കാതിരുന്നത് കൊണ്ടാണോ എന്തോ എനിക്കറിയത്തില്ല. കാറിൽ കയറി ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങ് വൊമിറ്റ് ചെയ്തു. അന്നേരം എന്നോട് അമ്മയുടെ മോളെ ചെണ്ട് പറ്റി. ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ രാവിലെ ഫുഡൊന്നും കഴിച്ചില്ല. അതിൽ പറഞ്ഞു കോഫി ഷോപ്പിൽ നിർത്തണോ, ഫുഡ് കഴിക്കണം? ഞാൻ പറഞ്ഞില്ല, കുഴപ്പമില്ല, നമുക്ക് പോവാം എന്ന് എഴുതി പോയി. തിരിച്ച് വീട്ടിൽ വന്നു. ഞാൻ ഇവിടെ വന്നിട്ട് ഇപ്പം ഞാൻ 2 ഗ്ലാസ് നാരങ്ങ വെള്ളം കുടിച്ചു, ഉപ്പിട്ട് നാരങ്ങ വെള്ളം കുടിച്ചു. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കാലാവസ്ഥ മാറുന്നു.
രണ്ട് ഇവിടുത്തെ ഫുഡ്, ഇതെല്ലാം സത്യം പറഞ്ഞാൽ പ്രതികൂല സാഹചര്യങ്ങൾ തന്നെയാണ്. ഈ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ ഈ നാട്ടിൽ പ്രവാസി എന്നുള്ള കുപ്പായം ധരിച്ച് മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ, ജീവിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ വീണു പോകും. ഓക്കെ, ഇപ്പം ഞാൻ ഇവിടെ വന്നു, അമ്മാമ്മയ്ക്ക് ഫുഡ് കൊടുത്തു, ടാബ്ലറ്റ് കൊടുത്തു, അമ്മാമ്മ കിടക്കുന്നു, അമ്മയുടെ കാര്യങ്ങളൊക്കെ ക്ലിയറാണ്. പിന്നെ ഞാനിപ്പോൾ വന്നിരുന്നു, എൻ്റെ മോനെ വിളിച്ചു, എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചു, അവരും ഹാപ്പിയാണ്. ഇനി എനിക്ക് ഇച്ചിരി ചോറ് കഴിക്കാൻ ആഗ്രഹമാണ്. നല്ല ചൂട് ചോറ്, ഇത്തിരി തക്കാളി മുപ്പിച്ചതും ഒരു മുട്ടയും പൊരിച്ച് കഴിച്ച് കഴിഞ്ഞാൽ എൻ്റെ അസുഖം ഓക്കെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ അസുഖത്തിനുള്ള പ്രതിവിധി നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അവിടെ ആ പ്രശ്നം സോൾവാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ചെറിയ പ്രശ്നങ്ങളെ അത്രയും വലിയ മനസ്സോടുകൂടി തന്നെ അതിനെ ചെറുതായിട്ട് കാണുക. വലിയ പ്രശ്നങ്ങളാണെങ്കിലും എന്താ പറയുക, നമ്മളെ കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങൾ മാത്രമേ നമുക്ക് ദൈവം തരൂ. അതിലൂടെ മാത്രമേ ദൈവം നമ്മളെ കൊണ്ടുപോകൂ എന്ന് മനസ്സിലാക്കുക. സ്വർണത്തെ കണ്ടിട്ടില്ലേ? സ്വർണം എത്ര സമയമാണ് ആ തീയിൽ കിടന്ന് എന്താ പറയുക, അതിന് എത്രത്തോളം എന്താ പറയുക പ്യുവറാക്കാൻ പറ്റുമോ അത്രത്തോളം അത് തീയിൽ കരലിൽ കിടന്നാണ് അത് ചുട്ടുപഴുത്ത് പല ഷേപ്പിലായിട്ട് നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. മനസ്സിലായോ? അതേ കണക്ക് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രതികൂല സാഹചര്യങ്ങളെ പ്രതികൂലമാണ് എന്ന് കരുതി തന്നെ മുന്നോട്ട് പോവുക. മനസ്സിലായില്ലേ? ആ പ്രതികൂല സാഹചര്യത്തെ അനുകൂലമാക്കാനുള്ള സാഹചര്യം നമ്മുടെ തൊട്ട് പിന്നാലെ ഉണ്ട്, അത് തൊട്ട് ഫ്രണ്ടിലുണ്ട്. നമ്മൾ മുന്നോട്ട് പോയാൽ മാത്രമേ അത് നമുക്ക് കൈ പിടിച്ചെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. സോ സങ്കടങ്ങളാണ്, വിഷമങ്ങളാണ്, ബുദ്ധിമുട്ടാണ് എന്ന് ഒരിക്കലും അവിടെ തളർന്നിരിക്കാൻ പാടില്ല. ആ കുഞ്ഞിൻ്റെ വീഡിയോ സത്യം പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ എന്നെ വളരെ ഇൻസ്പയർ ചെയ്തൊരു വീഡിയോ ആണ്. ഞാനത് കുറേ സമയം, 1 മിനിറ്റ് ആണെങ്കിൽ കുറേ തവണ ഞാനത് കണ്ടു. ആ കുഞ്ഞിൻ്റെ ഹാർഡ് വർക്ക്, ആ കുഞ്ഞിൻ്റെ മെൻറ്റാലിറ്റി, ഈ ഒരു സാഹചര്യത്തിലൂടെ കടന്നു വന്ന കുഞ്ഞിൻ്റെ എങ്ങനെയും ഒരു മോശപ്പെട്ട ഒരു ജീവിത രീതി വേണമെങ്കിലും അതിന് തിരഞ്ഞെടുക്കാം. കാരണം അതിന് അച്ഛനുണ്ടായിട്ടും അച്ഛൻ്റെതായിട്ടുള്ള ജീവിതശൈലിയായിട്ട് മുന്നോട്ട് പോകുന്നു. അതിൻ്റെ അമ്മയില്ല, അമ്മ മരിച്ചുപോയി. അത് ഒറ്റയ്ക്ക് സ്ട്രഗിൾ ചെയ്ത് നേടിയെടുക്കുകയാണ് അതിൻ്റെ ലൈഫ്. മനസ്സിലായില്ലേ? കൂട്ടുകാരുടെ മുമ്പിൽ സ്കൂളിൽ പോകുമ്പോൾ എത്ര പ്ലസൻ്റാണ്, എത്ര സന്തോഷത്തോടു കൂടിയാണ് ആ കുഞ്ഞ് ആ ദിവസം ചിലവഴിക്കുന്നത്. മനസ്സിലായില്ലേ? പഠന കാര്യങ്ങളിൽ നല്ല മികവ് കാണിക്കാൻ ശ്രമിക്കുന്നു. തൻ്റെ ജീവിതം എന്താ പറയുക സ്വയം നേടിയെടുക്കുകയാണ് ചെയ്തത്. പ്രതികൂല സാഹചര്യങ്ങളെ പ്രതികൂലമായി തന്നെ കണ്ടുകൊണ്ട് അതിനെ അനുകൂല സാഹചര്യത്തിലോട്ട് ആ കുട്ടിയെ ആക്കുകയാണ്. എല്ലാവർക്കും ഇത് നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ വീഡിയോസിന് നല്ല നല്ല കമൻസ്, സത്യം എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ ഇത്രയും നാളും വീഡിയോ ചെയ്യുന്നുണ്ട്, കുറേ നാൾ ചെയ്യാൻ പറ്റാതെ പോയിട്ടുണ്ട്. പക്ഷേ എങ്കിൽ ഇത്രയും കമൻസ് എനിക്കിങ്ങനെ വന്നിട്ടില്ല. സോ താങ്ക് യു സോ മച്ച് എല്ലാവരോടും, എൻ്റെ എല്ലാ കൂട്ടുകാരോടും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ വളരെ 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 നന്ദിയുണ്ട് കേട്ടോ. സോ അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം. എല്ലാവരും പ്രാർത്ഥിക്കുക ഈ കാലാവസ്ഥയെ അതിജീവിക്കാൻ എന്നെപ്പോലെയുള്ള എല്ലാവരെയും സഹായിക്കണമെന്ന്. താങ്ക് യു.